സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആദ്യം ഒരു ചിത്രം കാണാം. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയുടെ സമാപന സമ്മേളന വേദിയിലേക്ക്, അതായത് പട്നയിൽ നടന്ന ചടങ്ങിലേക്ക് എത്താൻ തിരക്ക് കാരണം പാടുപെടുന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ചിത്രമാണ് ഇത്. ചടങ്ങിൽ വലിയ തിരക്കുണ്ടായി, അതിൽ ബേബി പെട്ടുപോയി എന്നാണ് ചിത്രം ആദ്യം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത്. എന്നാൽ അത് അങ്ങനെ അല്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? പട്നയിൽ വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിവസം നടന്നത് അട്ടിമറി ശ്രമമായിരുന്നു എന്നാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമം ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ട് അധികാർ യാത്രയിലെ ജനപങ്കാളിത്തം BJPയെയും സംഘപരിവാർ അനുകൂല സംഘടനകളെയും വലിയ രീതിയിലാണ് ഭയപ്പെടുത്തിയത്, അല്ലെങ്കിൽ അവരെ ആശങ്കപ്പെടുത്തിയത്. കാരണം അടുത്ത് തന്നെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ യാത്രയുടെ ശോഭ തകർക്കാൻ പല ശ്രമങ്ങളും ഉണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യാത്രയുടെ സമാപന സമ്മേളനം അലങ്കോലമാക്കാൻ ബീഹാർ പോലീസും അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും ശ്രമിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. MA ബേബിയെ പോലെ തന്നെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കം മുതിർന്ന നേതാക്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായെന്നാണ് മാധ്യമം ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബോധപൂർവമായ തിക്കും തിരക്കും സ്ഥലത്ത് സൃഷ്ടിക്കപ്പെട്ടു. നേതാക്കളെ ബോധപൂർവം ആക്രമിക്കാൻ എന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയെന്നാണ് പ്രതിവാര പങ്ക്തിയായ ഡൽഹി ഡയറിയിലൂടെ ഹസനുൽ ബന്ന എഴുതുന്നത്. KC വേണുഗോപാലും D രാജയും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ട് ഞെരുങ്ങിയെന്ന് ലേഖനം പറയുന്നു. ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ സമ്മേളനം അട്ടിമറിക്കാനുള്ള നീക്കം നടന്നത്. നേതാക്കളുടെ ജീവൻ അപകടത്തിലാക്കും വിധം വളരെ ആസൂത്രിതവും വളരെയേറെ സംശയമുണർത്തുന്ന രീതിയിലുമുള്ള കാര്യങ്ങളാണ് പട്നയിൽ ഗാന്ധി മൈതാനത്തിൽ നടന്നതെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ലേഖനത്തിന്റെ പൂർണ്ണ രൂപം വായിക്കാം. അതിൽ നിന്ന് പട്നയിൽ ഗാന്ധി മൈതാനിയിൽ വോട്ടർ അധികാർ യാത്രയുടെ സമാപനത്തിൽ നടന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാഹുലിന്റെ യാത്രയുടെയും ജനപിന്തുണയെയും അധികാരവർഗം എത്രത്തോളം അസഹിഷ്ണുക്കളാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ലേഖനം വായിക്കാം. പട്ന ഗാന്ധി മൈതാനിയിൽ വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ ആദ്യ ചടങ്ങായ ഗാന്ധി സ്മാരകത്തിലെ പുഷ്പാർച്ചന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും എത്തുന്നതും കാത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കൾ. 10,000 ഈ മൈതാനത്ത് തിങ്ങി നിറഞ്ഞു എന്ന് ലേഖനം പറയുന്നു. പ്രവർത്തകർ ഗാന്ധി സ്മാരകത്തിലേക്ക് തള്ളിക്കയറാതിരിക്കാൻ ബാരിക്കേഡുകൾ കെട്ടി വലിയ കർട്ടനുകൾ കൊണ്ട് മറച്ചിട്ടുണ്ട്. അവിടെയായി ഒറ്റപ്പെട്ട പോലീസുകാരെ നിർത്തിയതൊഴിച്ചാൽ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാക്കളുടെ സംരക്ഷണത്തിന് യാതൊരുവിധ ഒരുക്കവുമില്ലായിരുന്നു. എന്നാൽ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ഗാന്ധി സ്മാരകത്തിന് അടുത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ കർശനമായി മുതിർന്ന ഉദ്യോഗസ്ഥർ തടഞ്ഞു എന്നാണ് ഈ ലേഖനം പറയുന്നത്. ഡൽഹിയിൽ നിന്നെത്തിയ മാധ്യമപ്രവർത്തകരുടെ വാഹനവും ഗാന്ധി മൈതാനിയിലെ 1-ാം നമ്പർ ഗേറ്റിന് മുന്നിൽ തടഞ്ഞ പോലീസ് കാൽനടയായി പോലും അകത്ത് കയറാൻ അവരെ അനുവദിച്ചില്ല. അതായത് നേതാക്കൾ പോകുന്ന ഗേറ്റിലൂടെ മാധ്യമപ്രവർത്തകരെ കടത്തിവിട്ടില്ല. മാധ്യമ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് അനിൽ ത്രിപാഠി എത്തി പറഞ്ഞിട്ടും പൊതുജനങ്ങൾക്ക് മൈതാനിയിൽ പ്രവേശിക്കാനുള്ള കവാടത്തിലൂടെ മാധ്യമപ്രവർത്തകരും അകത്ത് കടന്നാൽ മതിയെന്ന് തർക്കിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത്. ഏറെ കഴിഞ്ഞ് വലിയ വാക്കേറ്റത്തിനൊടുവിൽ പൂട്ടിയിട്ട ഗേറ്റ് തുറന്ന് മാധ്യമപ്രവർത്തകരെ ഗാന്ധി സ്മാരകത്തിന് അടുത്തേക്ക് പോകാൻ അനുവദിച്ചു. പിന്നാലെ ഇതേ വഴിയിലൂടെ പൊതുജനങ്ങളെയും പോലീസ് കടത്തിവിട്ടതോടെ അസ്വാഭാവികമായ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ള തോന്നൽ ബലപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെയാണ് തോന്നിയത്. ലോക്സഭ, രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളുടെയും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുടെയും ജീവൻ തന്നെ അപകടത്തിലാക്കും വിധം പരിപാടി അലങ്കോലമാക്കുന്നത് മാധ്യമപ്രവർത്തകർ കാണാതിരിക്കാനാണോ അവരെ തടഞ്ഞതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായി പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ എന്നാണ് ഈ ലേഖകൻ പറയുന്നത്. വോട്ടർ അധികാർ യാത്രയ്ക്കായി സംഘാടകർ ചെയ്തു വെച്ച എല്ലാ സജ്ജീകരണങ്ങളെയും മുന്നൊരുക്കങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിൽ പരിപാടി പൊളിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് ശരിക്കും അമ്പരന്നു പോയി എന്നാണ് ലേഖകൻ പറയുന്നത്. ചടങ്ങ് അലങ്കോലമാക്കാൻ എത്തുന്നവരെ സഹായിക്കുകയാണ് പോലീസ് എന്ന് വ്യക്തമായതോടെ സ്മാരക പരിസരത്ത് തമ്പടിച്ച പോലീസുകാർ മുഴുവൻ മാറണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. നേതാക്കളുടെ സുരക്ഷയ്ക്കായി പാർട്ടി നിയോഗിച്ച ബൗൺസർമാർ ഗാന്ധി സ്മാരകത്തെ വലയം ചെയ്ത് നിലയുറപ്പിച്ചു. എല്ലാ ക്യാമറയിൽ പകർത്തുകയായിരുന്ന പോലീസുകാരനെ പോലും സംഘാടകർ അവിടെ നിന്ന് പിടിച്ചുമാറ്റി. സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഗാന്ധി സ്മാരകത്തിന്റെ പടി കയറി വന്നത് എന്നാണ് ഈ ലേഖനം പറയുന്നത്. ഗാന്ധി മൈതാനത്തിനുള്ളിൽ ഉള്ളവർ സ്മാരകത്തിലേക്ക് തള്ളിക്കയറി വന്നപ്പോൾ മൈതാനത്തിന് കാവൽ നിന്ന പോലീസുകാർ എന്തും നടക്കട്ടെ എന്ന മട്ടിൽ പിന്നോട്ട് വലിഞ്ഞ കാഴ്ചയും ഈ ലേഖകൻ കണ്ടു. ഇതിനിടയിൽ പല സാമൂഹ്യ വിരുദ്ധരും
ആക്രമികളും ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറി. ഗാന്ധി സ്മാരകത്തിൽ നിന്നിറങ്ങിയതോടെ നേതാക്കൾ വീണ്ടും പോലീസുകാരുടെ സംരക്ഷണ വലയത്തിലായി. അതോടെ വീണ്ടും കാര്യങ്ങൾ പിടിവിടുന്നതാണ് കണ്ടത്. നേതാക്കളെ ബോധപൂർവം ആക്രമിക്കാൻ എന്ന വണ്ണം അപ്രതീക്ഷിതമായ തിക്കും തിരക്കും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. രാഹുലും ഗാർഗെയും മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ, D രാജ, MA ബേബി, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം അതിനിടയിൽ പെട്ട് ഞെരുങ്ങിയെന്നാണ് ലേഖനം പറയുന്നത്. രാഹുലിനും ഗാർഗയ്ക്കും എന്തു സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയിൽ സ്മാരകത്തിന്റെ തറയിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഏതാനും പേർ ഗാർഗയുടെ ഷർട്ട് പിറകിൽ നിന്ന് ബലമായി വലിച്ച് അദ്ദേഹത്തെ വീഴ്ത്താൻ നോക്കുന്നു. നമ്മൾ ആലോചിക്കണം, 84 വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം കുതർ മാറുമ്പോഴും യൂണിഫോം ഇട്ടവർ പിറകിലേക്ക് പിടിച്ചു വലിക്കുന്നു. കാര്യം മനസ്സിലായ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നിന്ന് ഗാർഗയെ തന്നോട് ചേർത്ത് നിർത്തി പോലീസ് ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ രോഷത്തോടെ ആവശ്യപ്പെടുന്നതും കണ്ടു. രാഹുലും തേജസ്വിയും ചേർന്ന് ഒരുവിധം ഗാർഗയെ സുരക്ഷിതനാക്കി വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് ഈ ലേഖകൻ പറയുന്നത്. അതിനുശേഷം CPM ജനറൽ സെക്രട്ടറി MA ബേബി ആയി നിയമപാലകരുടെ ഉന്നം. പോലീസുകാർ ബേബിയെ പിടിച്ചു വലിച്ചും തള്ളുകയും ചെയ്തതിന് മലയാളിയായ ഫോട്ടോ ജേർണലിസ്റ്റ് പകർത്തിയ ചിത്രങ്ങൾ സാക്ഷി. ആ ചിത്രമാണ് ആദ്യം നമ്മൾ കണ്ടത്. പിടിച്ചു വലിക്കാനും തള്ളിയിടാനും ശ്രമിച്ചവർക്കിടയിൽ നിന്ന് ഒരുവിധം കുതറി രക്ഷപ്പെട്ട് തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്ന ബേബിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കണ്ണട പോയി എന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. മൊബൈൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് അത് കയ്യിലെടുത്തില്ലായിരുന്നു എന്ന് ബേബി മറുപടി നൽകി. മാത്രമല്ല, മലയാള മനോരമ പത്രത്തിൽ നൽകിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫോട്ടോയ്ക്ക് അടിയിൽ നൽകിയ അടിക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്, ബേബി ഈ തിരക്കിനിടയിലേക്ക് പെട്ടുപോയി. അപ്പോഴേക്കും അവിടെ വന്ന് തേജസ്വി യാദവാണ് ബേബിയെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നാണ് അന്ന് ആ അടിക്കുറിപ്പിൽ, ആ ദിവസം വന്ന പത്രത്തിലെ അടിക്കുറിപ്പിൽ പറയുന്നത്. അതായത് സുരക്ഷ നോക്കേണ്ടവർ തന്നെ ഈ നേതാക്കളെ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. യാത്ര വഴിമുടക്കാനായി പിന്നീടുള്ള ശ്രമം. പുഷ്പാർച്ചന കഴിഞ്ഞെത്തിയ നേതാക്കൾക്ക് അവരുടെ വാഹനത്തിൽ ഗേറ്റ് കടക്കാൻ വഴി ഒരുക്കുന്നതിന് പകരം പോലീസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഇട്ട് റോഡിൽ ഗതാഗത കുരുക്ക് തന്നെ സൃഷ്ടിച്ചു. പരമാവധി യാത്ര മുടക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യമെന്ന് ഇതോടെ വ്യക്തമായി. എന്നാൽ എന്ത് നിലയ്ക്കും യാത്ര മുന്നോട്ടു പോകുമെന്ന വാശിയിലായിരുന്നു രാഹുലും ഗാർഗയും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ. ബീഹാറിൽ അടുത്ത തവണ ഭരണം മാറുമെന്നും പരിപാടി അലങ്കോലമാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ല എന്നും മുന്നറിയിപ്പ് നൽകിയാണ് ഗാർഗെ പ്രസംഗം അവസാനിപ്പിച്ചത്. പാർലമെന്റ് അംഗങ്ങളും പ്രതിപക്ഷ നേതാക്കളും അടക്കം രാജ്യത്തെ പ്രമുഖ ദേശീയ പാർട്ടികളുടെ നേതാക്കൾക്ക് പോലും ജനാധിപത്യ രീതിയിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു പരിപാടി നടത്താൻ കഴിയാത്ത വിധം ഭരണവർഗം അസഹിഷ്ണുക്കളായി മാറിയിരിക്കുന്നു എന്നാണ് ഈ ലേഖകൻ പറയുന്നത്. അവരുടേതല്ലാത്ത ഒന്നും ആരും കേൾക്കണ്ട എന്ന തരത്തിൽ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. അതായത് നേതാക്കളെ അപായപ്പെടുത്താൻ, അതുവഴി വോട്ടർ അധികാർ യാത്ര മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളുടെ ചർച്ചയെ മാറ്റാൻ ആസൂത്രിതമായ ഒരു ശ്രമമാണ് പട്നയിൽ നടന്നത്. മുതിർന്ന നേതാവ് ഗാർഗയും ഒക്കെ ലക്ഷ്യം വെച്ചുള്ള വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രമാണ് NDA അവിടെ പയറ്റിയത്. എന്തായാലും ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്, വോട്ട് ചോരി ആരോപണം, ഒപ്പം വോട്ടർ അധികാർ യാത്ര, അത് BJPയെയും സഖ്യകക്ഷികളുടെയും മനസ്സിൽ തീ കോരിയിട്ടിരിക്കുകയാണ്. വീണ്ടും ബീഹാറിൽ അധികാരം സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലേക്ക് NDAയുടെ കാര്യങ്ങൾ പോവുകയാണ്. ആ രീതിയിൽ വലിയ ജനസ്വാധീനം ഉണ്ടാക്കാൻ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ കൂടുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. മോദിയുടെയും NDAയുടെയും പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള ഇടിവ് വന്നുവെന്നും ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പറഞ്ഞിരുന്നു. ഇതും BJP കേന്ദ്രങ്ങളെ ആദി പിടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല, വോട്ടർ അധികാർ യാത്രക്കിടെ പലയിടത്തും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായി എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.